चन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम्। ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ രാമായണ മാസ രാമായണ പാരായണത്തോടനുബന്ധിച്ച ഈ പരിപാടിയിൽ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഈശ്വര സ്വരൂപികളായിട്ട് തന്നെ കണ്ടുകൊണ്ട് നമസ്കരിക്കുന്നു. സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ സർവീശ്വരൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണത്തെക്കുറിച്ചുള്ള ഏത് ചർച്ചയും ആദികാവ്യമായ രാമായണത്തിന്റെ കർത്താവായ വാൽമീകി മഹർഷിയെ സ്മരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നമ്മള് രാമായണ മാസത്തില് പാരായണം ചെയ്യുന്നത് തുഞ്ചത്ത് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണമാണ്. ഈ ലോകത്തിന്റെ ഏത് കോണില് മലയാളികൾ ഉണ്ടോ അവരെല്ലാവരും ഈ കർക്കിടക മാസം രാമായണ മാസമാണ് എന്ന കാര്യം സ്മരിക്കുകയെങ്കിലും ചെയ്യും. പല ഭവനങ്ങളിലും രാമായണം വായിക്കുന്നുമുണ്ട്. കുറെ കാലങ്ങൾക്ക് മുമ്പ് രാമായണം പാരായണം പതിവായിട്ട് നടത്തിയിരുന്നു ഹിന്ദു ഭവനങ്ങളില്. എന്നും അത്താഴം കഴിഞ്ഞാൽ ഒരു നിലവിളക്കിന്റെ മുന്നില് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം രാമായണം വായിക്കും, ഭക്തിയോടെ ശ്രദ്ധയോടെ. മറ്റു കുടുംബാംഗങ്ങൾ എല്ലാവരും അത് ഭക്തിയോടെ ശ്രദ്ധയോടെ ശ്രവിക്കും. കൊച്ചുകുട്ടികളൊക്കെ രാമകഥ കേട്ടാണ് ഉറങ്ങിയിരുന്നത്. ഇന്ന് ആ പതിവൊക്കെ നിലച്ചുപോയി എന്ന് പറയാം. എന്നിരുന്നാലും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം, രാമായണ മാസം പ്രമാണിച്ച് ഇതുപോലുള്ള കൂട്ടായ്മകളുണ്ട്. ആശ്രമങ്ങളിലും അമ്പലങ്ങളിലും വീടുകളിലും എല്ലായിടത്തും എഴുത്തച്ഛന്റെ രാമായണം വായിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ ആനന്ദപ്രദമായിട്ടൊരു കാര്യം തന്നെയാണത്. നമ്മുടെ രാമായണ പാരായണം ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നലെ അഹല്യാമോക്ഷം ആണ് പാരായണം ചെയ്ത് നിർത്തിയത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ പാദസ്പർശമേറ്റ് മുക്തി കിട്ടിയ അഹല്യയുടെ കഥ. ജഡമായിട്ട് കിടന്ന, ശിലയായിട്ട് കിടന്നത്, സുഖവും അനുഭവിക്കാനാവില്ല, ദുഃഖം അനുഭവിക്കാനാവില്ല, ആ ഒരു അവസ്ഥയിലിരുന്ന ഒരു ജീവന് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ കഥയാണത്. സത്യദർശനം നേടിയ ജീവൻ പിന്നെ ആ സത്യസ്വരൂപിനെ സ്തുതിക്കും. ആ പാദസ്പർശമേറ്റാൽ ധന്യമായി ജീവിതം. എത്രയോ കഥകളുണ്ട് നമ്മുടെ പുരാണങ്ങളിലൊക്കെ. മഹാബലി മഹാവിഷ്ണുവിന്റെ പാദസ്പർശമേറ്റ് അനുഗ്രഹീതനായിട്ട് ഇന്ദ്രപട്ടം കിട്ടി. ഉഗ്ര വിഷസർപ്പമായിട്ടുള്ള കാളിയൻ ഭഗവാന്റെ പാദസ്പർശമേറ്റപ്പോൾ മുക്തനായിട്ട് തീർന്നു, ഭക്തനായിട്ട് തീർന്നു. മുക്തി നേടിയ ഒരു ജീവൻ പിന്നെ ചെയ്യുന്നത് സത്യസ്വരൂപിനെ സ്തുതിക്കലാണ്. നമ്മൾ ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം അഹല്യസ്തുതി, സീതാ സ്വയംവരം, പരശുരാമ ഗർവഭംഗം. അഹല്യയുടെ അതിമനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും എല്ലാ സ്തുതികളും ബ്രഹ്മസ്തുതിയാണ്.
സഗുണമായിട്ടുള്ള രൂപത്തില് സർവേശ്വരനെ സ്തുതിക്കും. തുടക്കം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷേ സ്തുതി ഇങ്ങനെ പുരോഗമിക്കും തോറും, മുന്നോട്ട് പോകും തോറും അത് അജനും നിത്യനും നിർവികാരനുമായ പരബ്രഹ്മത്തെ സ്തുതിക്കുന്നതായിരിക്കും. ഇവിടെ അഹല്യ തുടങ്ങുന്നത് ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരിത്രാർത്ഥികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശം ഇന്നെനിക്കല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങും. പക്ഷേ മുന്നോട്ട് പോകും തോറും അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വാച്യവാചകോഭയഭേദേന ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാമമ. അവിടുന്ന് ആരാണ്? അജനാണ്, ഒരിക്കലും ജനിക്കാത്തവനാണ്, അവ്യയനാണ്, ഒരു ച്യുതിയില്ലാത്തവനാണ്. വാക്കും മനസ്സും എവിടെ ചെന്ന് മടങ്ങി വരുന്നുവോ അവിടെയാണ് അങ്ങ്. വേദമാണ്, ഉപനിഷത്താണ് പറയുന്നത്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാസഹ. വാക്കും മനസ്സും കൊണ്ട് ഒരിക്കലും എത്തിപ്പെടാൻ വയ്യാത്ത ആ പരമാത്മ തത്വത്തെയാണ് സ്തുതിക്കുന്നത്. ജഗത്തായതും ഭഗവാൻ, ജഗത്തിന് ആധാരവും ഭഗവാൻ. നാരായണ ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ പാടിയിട്ടില്ലേ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. ഈ ജഗത്തും അങ്ങ് തന്നെയാണ്, ജഗത്തിന്റെ ആശ്രയവും അങ്ങ് തന്നെയാണ്, ജഗത്തിന് ആധാരവും അങ്ങ് തന്നെയാണ്. പരബ്രഹ്മത്തെ തന്നെയാണ് സ്തുതിക്കുന്നത്, നിരാകാരമായിട്ടുള്ള സർവേശ്വര തത്വത്തെ, സൂക്ഷ്മമായ തത്വത്തെയാണ് അഹല്യ സ്തുതിക്കുന്നത്. പക്ഷേ ഈ തത്വത്തെ തിരിച്ചറിയണമെങ്കിൽ, ഈ തത്വബോധം നമുക്ക് ഉണ്ടാവണമെങ്കിൽ, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ദർശിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി വേണം. ഭക്തിയാത്വനന്യാശക്യ ഗീത പറയുന്നില്ലേ, ഭക്തിയില്ലാണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. ഭക്തിഹീനന്മാർക്ക് 100,000 ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും. എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടില്ലേ തുടങ്ങുമ്പോൾ, ഭക്തിയില്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാവില്ല, മുക്തി ഉണ്ടാവില്ല. അതുകൊണ്ട് അഹല്യയുടെ സ്തുതി അവസാനിക്കുന്നത് എത്ര കുത്രാപി വസിച്ചിടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ പരഞ്ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. ഗൗതമന്റെ ഭാര്യയായിട്ട് പൂർവ്വ രൂപത്തിൽ ഇരിക്കുന്നാലും, ഇത് ശീലയായിട്ട് കിടന്നാലും, എന്തായിരുന്നാലും എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, അവിടുത്തെ കാലടികളിൽ ഇളക്കം വരാത്ത ഭക്തി ഉണ്ടാവണം. ഇതാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന. ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദൻ ഇതല്ലേ പ്രാർത്ഥിച്ചത്? ഉൽപാദ പങ്കേരുകം മമ കേവലം എപ്പോഴും ഉൾപ്പൂവിൽ വാഴ്ക ധരാവതി. മേൽപ്പത്തൂർ ഇതല്ലേ പ്രാർത്ഥിച്ചത്? നിത്യം ചിത്തസ്ഥിതം മേ. ആ പാദമൂലം എൻ്റെ ഉള്ളില് എപ്പോഴും മായാതെ നിൽക്കണം. പവനപുരപതി കൃഷ്ണ കാരുണ്യ സിന്ധോ. അത് മാത്രമാണ് ഒരു ഭക്തന്റെ പ്രാർത്ഥന. ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി വേണം, ഭക്തി തരൂ, ഭക്തി തരൂ, ഭക്തി തരൂ. ഭക്തി എന്ന് പറഞ്ഞാല് വിട്ടുപിരിയാത്ത ഭഗവത് സ്മരണം, സ്വന്തം സ്വരൂപം, ആത്മസ്വരൂപം, അന്തര്യാമായിട്ടുള്ള ഭഗവാനെ അറിയാൻ, ഭജിക്കാൻ, ആരാധിച്ചറിയാൻ, ഇല്ലെങ്കിൽ അറിഞ്ഞ് ആരാധിക്കാൻ ഉള്ള കെൽപ്പ് അത് നേടണം. ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളൊന്നുമല്ല, ജ്ഞാനത്തിന്റെ പിൻബലമുള്ള ഭക്തി, അതാണ് പ്രാർത്ഥിക്കുന്നത്. വളരെ നല്ലൊരു പ്രാർത്ഥന. സന്ധ്യാനാമമായിട്ട് ഇത് ചെല്ലും ആളുകൾ. ഇപ്പൊ കുറച്ചു മുമ്പ് എൻ്റെ അമ്മയുടെ അനുജത്തി, വളരെ വയസ്സായ ആളാണ്, 84 വയസ്സ് കഴിഞ്ഞു. കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട് മകന്റെ കൂടെ വിദേശത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എന്നെ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിയെ രാമായണം എടുക്കാൻ ഞാൻ മറന്നുപോയി, എനിക്കിവിടെ രാമായണം ഇല്ല, ഇനിയിപ്പൊ എന്താ ചെയ്യണത്? കർക്കിടക മാസം തുടങ്ങി, ആകെ എനിക്ക് കണ്ടറിയാവുന്നത് അഹല്യാസ്തുതിയാണ്, അതുകൊണ്ട് ഞാൻ അത് ചെല്ലുകയാണ്. അപ്പോ അവിടെ വെച്ച് ഞാൻ സംസാരത്തിന്റെ ഇടയിൽ കയറി പറഞ്ഞു, അമ്മയെ എനിക്ക് ഇപ്പൊ അഹല്യാസ്തുതി തന്നെയാണ് ചൊല്ലേണ്ടത്. അന്നപ്പോ ചൊല്ലിക്കോളൂ, ബാക്കി വിശേഷം പിന്നെ പറയാം. നോക്കൂ, സന്ധ്യാനാമമായിട്ട് ആളുകൾ ഉരുവിട്ടിരുന്നത് അഹല്യയുടെ ഈ സ്തുതിയാണ്. അഹല്യ തന്നെ പറയുന്നുണ്ട്, അവസാനം പറയുന്നുണ്ട്, ഇതിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച്
പറയുമ്പോ പറയും, ഇഹത്തിലും പരത്തിലും ഉള്ള സൗഖ്യം തരാൻ. ഇപ്പൊ പുത്രാർത്ഥി ജപിച്ചിടൽ പുത്രൻ ഉണ്ടാവും, അർത്ഥാർത്ഥി ജപിച്ചാൽ അർത്ഥം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയും. എന്ത് ആഗ്രഹം ഉണ്ടായിട്ട് അഭിഷ്ട കാര്യത്തിന് വേണ്ടി ആല്യാസ്തുതി ചൊല്ലോ, അത് സാധിക്കും എന്നൊക്കെ പണ്ടുള്ളവർ പറയും. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇഹത്തിലും പരത്തിലും സൗഖ്യം ഉണ്ടാവും വെച്ചാൽ ഏകാഗ്രതയുള്ള ഒരു മനസ്സോടുകൂടി, ഭക്തി നിറഞ്ഞ ഒരു മനസ്സോടുകൂടി, സർവ്വതും ഈശ്വരനാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ ഭൗതിക ജീവിതത്തിലെ ഏത് കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാലും ജയിക്കട്ടെ തോൽക്കട്ടെ, പ്രസാദ രൂപത്തിൽ ആ ഫലം അനുഭവിക്കാൻ പറ്റും, സുഖം. പരത്തിലോ, ഇനി ഈ ശരീരം വിട്ട് സൂക്ഷ്മ ശരീരത്തിനൊരു യാത്രയുണ്ടെന്ന് കരുതിക്കോളൂ, അവിടെയും ആ ക്രമമുക്തി ലഭിച്ച് ആനന്ദിക്കാനുള്ള അവസരം ഈ ഭക്തിപൂർവമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് ലഭിക്കും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. അഹല്യസ്തുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് പാരായണം ചെയ്യുന്ന ഭാഗം സീതാസ്വയംവരം. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും താടകാവധമൊക്കെ കഴിഞ്ഞ് യാഗരക്ഷയൊക്കെ ചെയ്ത് മോക്ഷമൊക്കെ കൊടുത്ത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ വിശ്വാമിത്രൻ പറയും, നമുക്ക് ജനകന്റെ രാജ്യത്ത് മിഥില അവിടെ ഒന്ന് പോവാം, എന്നിട്ട് നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം. അവിടെ ഒരു ശൈവ ചാപമുണ്ട്, അത് നമുക്ക് കാണാം. അങ്ങനെ കുമാരന്മാരെ മിഥിലാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന ഈ കുട്ടികൾ കൊട്ടാരത്തിന് വാതിക്കൽ എത്തിയപ്പോൾ തന്നെ ജനക മഹാരാജാവ് പരിവാരങ്ങളോടുകൂടി വന്ന്, വിശ്വാമിത്രന്റെ കൂടെയല്ലേ വരുന്നത്, സാദരം കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുവരും, ആദരിച്ചിരുത്തി. അപ്പോൾ പറഞ്ഞു കൊടുക്കും, ഇത് ദശരഥന്റെ കുട്ടികളാണ്, ശ്രീരാമചന്ദ്രൻ, ലക്ഷ്മണൻ യാഗരക്ഷയ്ക്ക് വേണ്ടി എന്റെ കൂടെ വന്നതാണ്, താടകാവധമൊക്കെ കഴിഞ്ഞു, യാഗമൊക്കെ ഞാൻ പൂർത്തിയാക്കി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അഹല്യമോക്ഷം അത് കഴിഞ്ഞു, അപ്പൊ ഇവിടെ വന്ന ശൈവചാപം എന്നിട്ട് കണ്ടിട്ട് പോകണം എന്നൊരു മോഹമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ജനക മഹാരാജാവിനെ അറിയിച്ചു. ആ സമയത്ത് ജനക മഹാരാജാവിന് നല്ല സന്തോഷമായി. വേഗം മന്ത്രിമാരെ വിളിച്ചു പറയും, ശൈവചാപം കൊണ്ടുവരുമോ. അപ്പൊ ഒരുപാട് രാജാക്കന്മാര് ആ വില്ല് കൊലയ്ക്കാനും മുറിക്കാനും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണ്. അത്ര വിശിഷ്ടമായിട്ടുള്ള മഹേശ്വര ചാപമാണത്. അനേകം പേര് താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് വെച്ചു. ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, മഹർഷിയോട് ചോദിച്ചു, വില്ലെടുക്കാമോ, കുലയ്ക്കാമോ, വരിക്കാമോ, ചൊല്ലുക. നോക്കൂ, ഗുരുവിന്റെ അനുഗ്രഹത്തോടു കൂടി, അനുമതിയോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ പറയും, എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. ചെയ്തോളൂ, എന്താ ചെയ്യാൻ പറ്റണെന്ന് വെച്ചാൽ ചെയ്തോളൂ കുമാര, മംഗളകരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ സംഭവിക്കുക എന്ന് പറഞ്ഞു കൊടുക്കും. നിഷ്പ്രയാസം ശൈവചാപം എടുത്തു, കുലച്ചു, മുറിച്ചു. അതിന്റെ ശബ്ദം കേട്ട് ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. എഴുത്തച്ഛന്റെ ആ വാഗ്വൈഭവം കണ്ടോളൂ. മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ, കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. സീതയ്ക്ക് നല്ല സന്തോഷം. എന്നിട്ട് ആ ദേവിയുടെ ആ ഒരുങ്ങിയുള്ള വരവ് അത് വർണ്ണിക്കും. ഭാരതി തന്നെ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി കൊണ്ടുള്ള അമ്മാനമാണല്ലോ നമുക്കിവിടെ കാണാൻ. ആധ്യാത്മികാചാര്യൻ മാത്രമല്ല എഴുത്തച്ഛൻ, സാഹിത്യാചാര്യനും കൂടിയാണ് എന്നുള്ളതിന് പ്രൂഫ്, പ്രമാണം. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി, സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ, സ്വർണാഭരണങ്ങളും ധരിച്ചാദരാൽ മന്ദം മന്ദം, അർണോജ നേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി, ചെന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ, പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണല്ലേ. അതിസുന്ദരിയായിട്ടുള്ള ദേവി ആദ്യം നേത്രം, കടാക്ഷങ്ങളാകുന്ന ആ നോട്ടങ്ങളാകുന്ന ഒരു അതുകൊണ്ടുള്ളൊരു മാല അത് നോക്കി ഭഗവാനെ, എന്നിട്ടാണ് വരണമാല ഇടുക. നല്ല വർണ്ണനയാണ് അവിടെയൊക്കെ.
അത് കഴിഞ്ഞ് അപ്പൊ സന്തോഷായി, ജനകന് സന്തോഷായി. ജനകൻ പറയും, ദശരഥ മഹാരാജാവിനെ വേഗം വിവരം അറിയിക്കണ്ടേ, ദൂതന്മാരെ പറഞ്ഞയക്കാം. എന്നിട്ട് നാരദനോട് പറയും, ഈ കുട്ടി എനിക്ക് യാഗഭൂമി കിളച്ചുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്, എന്റെ വളർത്തുപുത്രിയാണ്. അപ്പൊ തന്നെ നാരദ മഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് യോഗമായ ദേവിയാണ്, രാക്ഷസ വംശത്തെ നശിപ്പിക്കാൻ രാവണവധത്തിനായിക്കൊണ്ട് മഹാവിഷ്ണു അവതരിക്കും ഭൂമിയില്. അപ്പോൾ മഹാവിഷ്ണുവിനോട് കൂടി ചേരേണ്ടതാണ് യോഗമായ ദേവി. പക്ഷെ ഞാനിങ്ങനെ ചിന്താക്കുഴപ്പത്തിൽ ഇരിക്കുമായിരുന്നു, വിശ്വാമിത്ര മഹർഷി, എങ്ങനെയാണ് ശ്രീരാമനെ ഞാൻ എന്റെ ഇംഗിതം അറിയിക്കുന്നത് എന്ന്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഉപായം ഉള്ളിൽ തോന്നി, ശൈവചാപം ഭഞ്ജിക്കുന്ന ആരാണോ അവർക്ക് സീതാദേവിയെ സേവനം ചെയ്യാനാകുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ അവസരം സംജാതമായതെന്ന്. ഉടനെ വിളിക്കും, ദശരഥനെ ആളയക്കും, എല്ലാവരും വരും, പത്നിമാരും രാജ്ഞിമാര്, പൗരാവലികള്, 3 പുത്രന്മാര്. ഇവിടെ വരുമ്പോ എതിരേറ്റു. എന്നിട്ട് പറയും, അങ്ങക്ക് 4 പുത്രന്മാരില്ലേ, എനിക്ക് 4 പുത്രന്മാരും, സീത, ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി. അങ്ങയുടെ പുത്രന്മാർക്ക് ഈ കന്യകമാരെ ദാനം ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണം. നമുക്ക് അവരുടെ വിവാഹം കൂടി നമുക്ക് ഇതിന്റെ ഒപ്പം നടത്താം എന്ന്. സന്തോഷമായിട്ട് വിവാഹം നടത്തും. എന്നിട്ട് എല്ലാവരും സമ്പത്തോടുകൂടി ആനകുതിര, തേര്, ആൾ ഇതെല്ലാം കൊണ്ട് പോകുകയാണ് വിവാഹഘോഷയാത്ര അയോധ്യയിലേക്ക്. പെട്ടെന്ന് ദുർനിമിത്തങ്ങൾ കണ്ടു. ദശരഥൻ പേടിയായി. ദശരഥൻ വസിഷ്ഠനോട് ചോദിക്കും, മഹർഷി, ദുർനിമിത്തങ്ങൾ കാണുന്നു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ മഹർഷി പറയും, ഭയപ്പെടണ്ട, അല്പം ഭയത്തിനുള്ളൊരു കാര്യം ഇപ്പൊ വരും, പക്ഷെ അത് വേഗം തന്നെ മാറും, എന്നിട്ട് കീർത്തി വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെ സംഭവിക്കും എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മാർഗമധ്യേ, വഴിമധ്യത്തില് പരശുവും വലിയേന്തി നിൽക്കുന്നു. കോപാകുലനായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത്. ശ്രീരാമൻ മഹേശ്വര ശാപം ഭഞ്ജിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഞാനൊഴികെ വേറൊരു രാമനുണ്ടോ ഈ ഭൂതലത്തിൽ എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് വരുന്നത്. അപ്പൊ ആദ്യം തന്നെ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദശരഥൻ ചെന്ന് കൈകൂപ്പി സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയും, അങ്ങ് ഞങ്ങളെ കനിവ് കാണിക്കണം, ദയ കാണിക്കണം, കോപിഷ്ഠനാവരുത്, അനുഗ്രഹിക്കണം എന്നൊക്കെ പറയും. പരശുരാമനുണ്ടോ? പരശുരാമന് ക്ഷമയൊന്നുമില്ല, കോപത്തിന്റെ സാകാര രൂപമായിട്ട് നിൽക്കുകയാണ്. ഞാനൊഴികെ വേറെ രാമനുണ്ടോ ഈ ഭൂലോകത്തില്? നീ മഹേശ്വര ശാപം ഭഞ്ജിച്ചുവെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ ശാപം, ഈ വില്ലൊന്ന് നിനക്ക് കുലയ്ക്കാമോ? കുലച്ചില്ലെങ്കിൽ നിന്റെ കുലത്തെ തന്നെ ഞാനിപ്പോ നശിപ്പിക്കും എന്നാണ് ഭീഷണി. ശ്രീരാമൻ സമചിത്തതയുടെ സാകാര രൂപമാണ്. വിനയാന്യതായിട്ട്, ഭക്തിപൂർവം, ശാന്തനായിട്ട് തൊഴുകയോടെ പറയും, അങ്ങ് കോപിക്കരുത്. അങ്ങെപ്പോലുള്ള മഹാത്മാക്കൾ ഇങ്ങനെ കോപിച്ചാൽ എങ്ങനെയാണ് കുലധർമ്മം നടപ്പിലാവുക? അങ്ങ് ദയ കാണിക്കണം, ശാന്തനാവണം. ഞാൻ ആ വില്ല് കുലയ്ക്കാമോ എന്ന് ശ്രമിക്കാം, എനിക്കാകുന്നില്ല എങ്കിൽ എന്നോട് വിരോധിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് ശാന്തനായിട്ട്, വിനയാന്വിതനായിട്ട് ആ വൈഷ്ണവജാപം ഏറ്റെടുക്കും. ആ സമയത്ത് 14 ലോകങ്ങളും നിറയുന്ന ഒരു തേജസ് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ശരീരത്തിൽ ഇങ്ങനെ വരും. ആ നിമിഷം പരശുരാമന്റെ ഗർവം നശിച്ചു, സന്തുഷ്ടനായി, ശ്രീരാമനെ അനുഗ്രഹിച്ചു. എന്നിട്ട് പറയും, എനിക്ക് മനസ്സിലായി, അങ്ങ് മഹാവിഷ്ണു തന്നെയാണ്, സാക്ഷാൽ മഹാവിഷ്ണു. ഞാൻ ബാല്യത്തിൽ തന്നെ കഠിന തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി സംപ്രീതനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജന്മത്തിന്റെ ഉദ്ദേശം നിന്റെ പിതാവായ ജമദഗ്നിയെ കൊന്ന കാർത്തവീരാർജുനെ കൊല്ലുക, പിന്നെ 21 വട്ടം ക്ഷത്രിയ വംശത്തെ നശിപ്പിക്കുക, അവരുടെ ഭൂമി കശ്യപന് ദാനം ചെയ്യുക, അതിനുശേഷം എന്റെ തേജസ് എന്നിൽ തന്നെ വന്ന് ലയിക്കും, ഞാൻ ദശരഥപുത്രനായിട്ട് അവതരിക്കും, അതിനുശേഷം നിനക്ക് പ്രളയം വരെ വീണ്ടും തപസ്സിന് പോകാം, ഇന്ന് ആ സമയം വന്നിരിക്കുന്നു ഭഗവാനെ എന്ന് പറയും. അപ്പൊ ശ്രീരാമൻ പറയും, ഒരു കാര്യം, രാമബാണം അത് ലക്ഷ്യത്തിലെത്തണം, എനിക്കൊരു ലക്ഷ്യം പറഞ്ഞു തരൂ,
രക്തബാണം ലക്ഷ്യത്തിലേക്ക് പോകും. ഞാൻ ആർജിച്ച പുണ്യം തന്നെയാവട്ടെ ലക്ഷ്യം എന്നറിയും. അത് തന്നെ പുണ്യവും പാപവും എല്ലാം ഒന്നുമില്ലാതായാലല്ലേ ഉള്ളൂ. പുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടി വരും, പാപം ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെയല്ലേ കഥ. ഒന്നുമില്ല, സങ്കല്പങ്ങളേ ഇല്ല, ജീവന് മുക്തി. പുണ്യസഞ്ചയം തന്നെ ഒരുക്കിക്കോളൂ ലക്ഷ്യത്തിന്, ഈ ശരത്തിന് ലക്ഷ്യമായിട്ട് എന്ന് പറയും. നോക്കൂ, ജീവന്റെ ഒരു പ്രതീകമാണ് പരശുരാമൻ. ശ്രീരാമൻ പരമാത്മാവിന്റെ പ്രതീകം. രണ്ട് രാമന്മാരില്ല, ഒരേ ഒരു രാമനേ ഉള്ളൂ. ഏകമേവ അദ്വിതീയം, ഈശ്വരൻ ഒന്നേ ഒന്ന്. രണ്ട് എന്ന് കാണുമ്പോൾ, നാനാത്വ ബുദ്ധി ഉണ്ടാവുമ്പോൾ, ഭേദബുദ്ധി ഉണ്ടാവുമ്പോൾ, വൈരം, യുദ്ധം, മതം, ക്രോധം, മാത്സര്യം എല്ലാം ഉണ്ടായില്ലേ? ഒന്ന് എന്നറിഞ്ഞപ്പോൾ ജീവോ ബ്രഹ്മൈവനാപര എന്ന തത്വത്തിലേക്ക് നിറഞ്ഞ ഒരു ജീവന് ഭേദബുദ്ധി നശിച്ച് ഭക്തി ഉണ്ടാവും, ജ്ഞാനുണ്ടാവും. ഇത് തന്നെയാണ് പരശുരാമൻ പ്രാർത്ഥിക്കുന്നതും. ഭക്തി ഉണ്ടാവണം, ഭക്തന്മാരുടെ ദാസനായിരിക്കണം ഞാൻ, സജ്ജനങ്ങളുടെ സത്സംഗത്തിലിരിക്കണം, സജ്ജനങ്ങളുടെ കൂടെ ഇരുന്ന സദ്ഗുരുനാഥന്റെ കയ്യിൽ നിന്ന് ജ്ഞാനം കിട്ടുമ്പോഴാണ് ഒരു ജീവന് മുക്തി ഉണ്ടാവുക. മുക്തി എന്ന് വെച്ചാൽ ആനന്ദപ്രാപ്തിയാണ്. ഭക്തി ഉണ്ടായാൽ മതി. ത്വൽപാദ പങ്കേരുഹമം എപ്പോഴും ഉൾപ്പൂൽ വാഴുക ധരാവതി. ഇത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് പിരിയാണ്. ദശരഥനും കുട്ടികളും പത്നിമാരും പൗരാവലിയും അയോധ്യയിലെത്തും. അവിടെ സത്സുഖം ഇരിക്കുന്ന കാലത്ത് കൈകേയിയുടെ രാജ്യത്ത് നിന്ന് ഒരു ദൂതൻ വരും ഭരതനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഭരതന്റെ കൂടെ ശത്രുഘ്നനും കൂടി കൈകേയി രാജ്യത്തേക്ക് പോകും. അവിടെ വരെയാണ് ബാലകാണ്ഡം. നമുക്കിന്ന് അവിടെ വരെയാണ് വായിക്കേണ്ടത്. നമുക്ക് രാമായണ വിചാരം ഇവിടെ സമാപിക്കുന്നു. പാരായണം തുടങ്ങാം. ഇന്ന് ആരെങ്കിലും പാരായണം ചെയ്യാൻ മുന്നിലേക്ക് വരുന്നുണ്ടോ? ഹരി ഓം. കേൾക്കാമോ? കേൾക്കാം. ഇന്ന് ആരെങ്കിലും പാരായണം ചെയ്യാൻ വരുന്നുണ്ടോ മുമ്പിലേക്ക്? അതോ ഞാൻ തന്നെ തുടങ്ങണോ? ടീച്ചർ കുറച്ച് തുടങ്ങാം അല്ലേ? കല്യാണപക്ഷം ശ്രീഗണപതായ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസംലഗ്ന പാംസു ലേശമിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും. ചിത്രമെത്രയും തവ ചേഷ്ടിത്തം ജഗൽപതേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം. ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി. സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ.
സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പത്. വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം. ചിത്തമോഹനം രമണീയ ദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം. തത്വമദ്വയം സത്യസന്ധമാത്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം. ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. യാതൊരു നാഭി തന്നിൽ ഉണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്ന ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ. ആദ്യനദ്വയനേകനവ്യക്തനാകുലൻ. വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവ് പരൻ. പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി. സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേൻ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ. അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മവിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കേണം. രാമാരാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം. മാനഹീനന്മാരാം ദിവ്യന്മാലാരനുധ്യേയം. മാനാർത്ഥം മോനിലകമക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം. നിർമ്മലം ശംഖചക്രകലിശ മത്സ്യാങ്കിതം. മന്മനോനികേതനം കന്മഷവിനാശനം. നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗതാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ. ജഗതാമാദിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ. വചസാം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോഭയ ഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനു സദാ മമ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിൻ തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിൻ തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിൻ തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ. ബുദ്ധനവ്യക്തൻ ശാന്തന സംഗൻ നിരാകാരൻ. സത്വാദി ഗുണത്രയയുക്തയാം ശക്തിയുക്തൻ. സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ. സക്താനാം ഭുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ. തത്വധാരാത്മാദേവൻ സകല ജഗന്മയൻ. തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ. നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ. സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു. സച്ചിൽ ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ.
അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ. നിൻ തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിൻ തിരുവടിയുടെ തത്വം. എന്നാലും ഞാനും സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. എത്ര കുത്രാപി വസിച്ചീടിലും എല്ലാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞ അപരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ ഹൃഷീകേശ രാമ രാഘവ രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ. സമസ്തമപരാധം ക്ഷമസ്വ ജഗൽപദേ. ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം ദിനനായക കോടി സദൃശപ്രഭം രാമം. കരസാരസയുഗ സുധൃത ശരചാപം കരുണാകരം കാളജലാഭാസം ജലദാഭാസം രാമം. ജനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്ന കുണ്ടലാഞ്ചിത ഗണ്ഡം കമലതലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീടേ. പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ. ലോകേശാത്മജയാകം അഹല്യതാനും പിന്നെ ലോകേശ്വരാലുജ്ഞയാ പോയത് പവിത്രയായി. ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആധിയം തീർത്തു വസിച്ചിടിനാൾ അഹല്യയും. സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്തിയാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീടിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം. അർത്ഥാർത്ഥി ജപിക്കിൽ അർത്ഥവുമേറ്റമുണ്ടാം. കുരുതൽപകൻ കനകസ്ഥൈസുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാ ഭോഗി. പുരുഷാധമൻ ഏറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാജപിച്ചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സദ്വൃത്തനെന്നായീടിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. രാമ 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 ശ്രീരാമചന്ദ്ര ജയ. ആരെങ്കിലും വായിക്കാൻ തയ്യാറായിട്ടുണ്ടോ? കേൾക്കാലോ അല്ലെ? ടീച്ചർ വായിച്ചോളൂ ടീച്ചർ. സീതാ സ്വയംവരം. സീതാ സ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോക മിഥിലാപുരിക്കു നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവ ശാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പുക്കുതാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ
കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗതേക സുന്ദരന്മാരാമിവർ ആരെന്ന് കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാനിവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടു പോന്നേടിനേൻ ഇതുകാലം. കാടകം പുക്ക നേരം വന്നോരു നിശാചരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കും യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പരമേശ്വരമായ ശാപത്തെ കാൺമാനുള്ളിൽ പാരം ആഗ്രഹമുണ്ട്, നീയത് കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു. സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചു. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം. എന്നതു കേട്ട് മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ. രാജനന്ദനായ ബാലകൻ രഘുവരൻ, രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി, വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്ന് നൂനം. എല്ലാം ഈശ്വരൻ എന്നേ ചൊല്ലാവതിനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ശാപവാഹകന്മാരും. സത്വം 5000 കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം, കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്നിച്ചീടിനാൻ. വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാം ആമാകുന്നത് ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവൻ അത് കേട്ടു. മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിരു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചൂജിതശ്രമം. നിന്നരുളുന്ന നേരം ഈ 7 ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗളസ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങീ രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ. മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടായി കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപ്പലമാലയും ഇട്ടാൾ മുന്നേ. പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും പാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ.
ഭൂമിനന്ദനയ്ക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവവീരൻ വാഴ്ക എന്നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു. വിശ്രമത്തോട് നടകൊണ്ടിത് ദൂതന്മാരും. സാകേതപുരി പൊക്കോ ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുക എന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിത് ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്നിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ധ്യനാവശിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യം. ഉർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്നിച്ചു പിതാവിനെ. സാമോദം വസിഷ്ഠനാം ആചാര്യപാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം. തൊഴുതു പാദാംഭോജം അനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും. തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജം വക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ട് ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കയ്യും പിടിച്ചനുമോദത്തോടുര ചെയ്തതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കും ഉണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപം അതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി. നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വെച്ചു പത്യാം ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരിദന്തുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ. ജനകമഹീന്ദ്രനും ത്വൽപാദ തീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു. ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും. കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. വിശുക്കാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കൽ. അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോട് മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ. ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരഞ്ജ രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചതും രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശ്വരൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്വനി തൽക്കാരണാൽ സാദരം ശ്രീരാമന് കൊടുക്ക
മടിയാതെ. ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു, പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ, ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തൻ അനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതും അൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനെന്നു പൃഥ്വിബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലക്കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ. ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ ചിൽപുരുഷനെ നോക്കി പിൽപ്പാട് തെളിഞ്ഞുര ചെയ്തതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം, ഖദ്യോതായുധ സഹസ്രോദ്യോതരൂപത്തോടും ഖദ്യോതാന്വയെ പിറന്നോര് നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമോദമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സലാമമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം, മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജ ഗളിതാംബുജ ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബുധാരണം കൊണ്ട് സൽപ്പുമാൻ മഹാബലി സിദ്ധിച്ച ഐന്ദ്രം പദം. ത്വൽപാദാംബുജ രജ സൃഷ്ടികൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവുമകന്ന് മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 600 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. 1,100,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും. പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിത് സുമന്ത്രാദിമന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മല ഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക ഭേരി തൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃ ഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യയ്ക്കാം അരങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്ര അയച്ചോരനന്തരം വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിത ധ്വജങ്ങളും കുങ്കുമ മലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. പരശുരാമ ഗർവഭംഗം.
അന്നേരം വസിഷ്ഠനെ വന്നിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവാ, കുറഞ്ഞൊരു ഭീതിയുണ്ടാകും ഇപ്പോൾ, പിന്നീടും അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും. നീലനീരതനിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനലസമൻ ക്രുദ്ധനായി പരശു ബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധു സംവേണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്നിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹിമാം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ. ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ, പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളി ശാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ ഭൃഗുപതേ, കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നത് ആദരിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണം വക്തവും മധ്യാനാർക്ക് മണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോട് അരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ, മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ. നില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ, വില്ലിങ്കൽ നിനക്കേറ്റവും ഉണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം, വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ട് സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവാൻ. അല്ലായൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നിതുകൊണ്ടില്ല സന്ദേഹമെനിക്കേതു സന്ദേഹമെനിക്കെന്നത് ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടുപണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും. അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും, സിന്ധുവാരിയും ഒന്ന് കലങ്ങി മറിഞ്ഞിതും. എന്തോന്നു വരുതുന്നിതെന്നോർത്തു ദൈവാദികളും, ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ട് വേവതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുഗ്ധഭാവം പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ, വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളത് തപോനിധേ. സ്വാശ്രയമകല ധർമ്മം എങ്ങനെ പാലിക്കുന്നു, സ്വാശ്രമ കുലധർമ്മം എങ്ങനെ പാലിക്കുന്നു. നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിലന്നരമുണ്ടോ, പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം, ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ, ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലായല്ലോ. അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതെല്ലാം നിന്തിരുവടിയുടെ ചിന്തിതമത് മൂലം. വില്ലിങ് തന്നാലും ഞാൻ എന്നാകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടു ഉണ്ടാക വേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ, കന്ദർപ്പ കളേബരൻ കഞ്ചലോചനൻ പരൻ, ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാര കേന്ദ്ര മുനി വൃന്ദ വന്ദിതൻ ദേവൻ. മന്ദഹാസവം പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം 7 ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നൊരു ജിതശ്രമം. ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി, മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ലമേ, ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നീട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢമാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ
മഹാബാഹോ ജാനകി പദേ ശ്രീരമണാത്മാരാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമാനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമാരമണ രഘുപതി ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധി ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തി ശ്രീരാമ ദശരഥനന്ദന ഹൃഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാരാനിധി ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലെ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചന ദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോ ഭാഗ്യേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസാദേ. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേനെ ചൊല്ലണം കാർത്തവീര്യാർജുനനാം നൃപേന്ദ്രനെ. വല്ല ജാതിയും അവൻ മൽക്കലാംശജനല്ലോ വല്ലഭം ധനുവേദത്തിന് അവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ച് കശ്യപന് ദാനം ചെയ്തു പൃഥ്വീമണ്ഡലമൊക്കെ. പിന്നെ ശാന്തിയെ പ്രാപിച്ച് ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിൽ എന്നാൽ എന്നുടെ തേജസ്സന്യൂനം ദാശരഥി തന്നിൽ ആക്കിയിടുക നീ. പിന്നെയും തപസ് ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തനിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ തന്തിരുവടനെ വന്നവതരിച്ചോരു പങ്ക്തിസ്യന്തന സുതനല്ലോ നീ ജഗൽപദേ. എങ്കലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗൽ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരും നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുള്ള മഹാമായ വൈഭവം ചിത്രം യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. സത്സംഗം കൊണ്ട് ലഭിച്ചിടന ഭക്തിയോടും ത്വൽസേവാരതന്മാരാ മാനുഷർ മെല്ലെ ത്വന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നതു കാലം കൊണ്ട് ത്വജ്ഞാനപരന്മാരാ ജനങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സൽഗുരു ലഭിച്ചിടും. സൽഗുരുവരങ്കൽ നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും ത്വൽപ്രസാദത്താൽ. അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്ന് ആശു വേർപെട്ടു ഭവച്ചിന്മയ ഭാതത്തിങ്കൽ ആഹന്തലയിച്ചിടും. ത്വൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സതാംപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ധേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമ രാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമ രാമ, നമസ്തേ രാമഭദ്ര. സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ. ചിന്തയേ ഭവചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിന് ലക്ഷ്യമായി ഭവിക്കണം എന്നത് കേട്ട് തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസമം ചെയ്ത് ഭാർഗവനോട് ചൊന്നാൽ, സന്തോഷം പ്രാപിച്ചു ഞാൻ നിന്റെ വെടിക്കുള്ളിൽ എന്തോന്ന് ചിന്തിച്ചത് എന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ട്. ജമദഗ്നിപുത്രൻ അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെ
എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവാ രഘുപതേ രാമ കാരുണ്യാംബുദേ ഇസ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജഗതിയും ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങിനെ തന്നെ രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനേനും സാദരം പ്രദക്ഷിണം ചെയ്തു കൊമ്പിട്ടു കോപി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൊക്കിയിടിനാൻ. ഭൂപതി ദാശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനായ രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താൻ ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നെ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷ വേഷം കൈക്കൊണ്ട ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. കേകയ നരാധിപനാകിയ യുധാജിത്തം കൈകേയി തനേനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മെയ്വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോട് നടന്നിടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ട് വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിയിടിനാൻ. പാകശാസന അമരാലേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി കൊണ്ട് തന്നുടെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നേ. അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാ രാമ ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. സുകേഷി പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നില്ല. हरि ओम उमे हरि ओम. ഹരി ഓം ഹരി ഓം. हरि ओम जी.